ഹലോ ഫ്രണ്ട്സ്, സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈദിൻ്റെ വ്ളോഗൊക്കെ ഇടാൻ വൈകിയത് സുഖമില്ലായിരുന്നു, പനി പിടിച്ചു. പെരുന്നാളിൻ്റെ തലേ ദിവസം ഉച്ചയായപ്പോഴേക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് ആയപ്പോഴേക്ക് പനി വന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ കുറച്ചെങ്കിലും ഒന്ന് റെഡി ആയത്. ഇപ്പോഴും ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അങ്ങനെ അതാ തലേ ദിവസം രാത്രി എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ടു. അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ ഫുഡ് പുട്ടും ബീഫ് കറിയായിരുന്നു. അതിനുള്ള ബീഫ് തലേന്ന് രാത്രി തന്നെ ഒക്കെ കുക്ക് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ പിറ്റേന്ന് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലൊക്കെ മസാല പുരട്ടി വെച്ചു. അത്രയും കാര്യങ്ങളൊക്കെ തലേന്ന് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് എളുപ്പമാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ കാണിക്കുന്നത്. സുബൈസ്കാരൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ തലേ ദിവസം വേവിച്ച് വെച്ച ബീഫില്ലേ, അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പുട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ഫിദും ഇതൊക്കെ റെഡി ആയിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചായ കുടിച്ചിട്ട് അവർ പള്ളിയിൽ പോവുകയാണ്. 7:30 നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം. അപ്പോൾ ഇതാ ഫിദും നിതും അതുപോലെ തന്നെ ഇത് വൈദത്താത്തൻ്റെ മോനാണ് കേട്ടോ. അവർ മൂന്നാളും കൂടെ ആദ്യം പള്ളിയിലേക്ക് പോയി. തൊട്ട് പിറകായിട്ട് തന്നെ ഇതാ അനീഫ്ക്കയും റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ യാത്ര പറഞ്ഞിട്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയി. അതിനുശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പറയാൻ മറന്നുപോയി, ഞങ്ങളെല്ലാവരും കൂടെ തറവാട്ടിൽ നിന്നായിരുന്നു കേട്ടോ പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടക്ക് ഫിദും നിതും പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് അനീഫ്ക്കൻ്റെ ചെറിയ അനിയൻ്റെ മോളെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കിതാ അച്ചും ഷിനും ലച്ചും സെനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. ലച്ചുവിനും സെനുവിനൊക്കെ എൻ്റെ വേറെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അനീഫ്ക്കൻ്റെ വലിയ അനിയൻ്റെ മക്കളാണ് കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാക്കുകയാണ്. ലെഗോൺ ചിക്കൻ വെച്ചിട്ടായിരുന്നു കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം മസാല റെഡിയാക്കി അതിന് ശേഷം നെയ്ച്ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അനീഫ്ക്ക പള്ളിയിൽ നിന്ന് വന്നിട്ട് മക്കളെയും കൊണ്ട് വലിയ പെങ്ങളെ വീട്ടിലേക്ക് പോയി. പിന്നെ ആ സമയമായപ്പോഴേക്ക് വൈദ്യതാത്തൻ്റെ മോളും മരുമോനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അവരുടെ വീട് മഞ്ചേരിയാണ്, അവരവിടുന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഒരുങ്ങിയാൽ പിന്നെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും വിശന്നു ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കട്ടിങ്സ് മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മക്കളും അതുപോലെ തന്നെ അനീഫ്ക്കയും വായിച്ചൊക്കെ ഭക്ഷണം കഴിച്ചു. ഇത് വൈദത്താത്തൻ്റെ മോനാണ് കേട്ടോ. അവനും വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കുറേ സംസാരിച്ചിരുന്നു. അപ്പോഴേക്ക് എൻ്റെ നാത്തൂനും ആങ്ങളെയും മക്കളും അതുപോലെ തന്നെ അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആങ്ങൾ ഇന്ന് രാവിലെ സൗദിയിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളേ. അങ്ങനെ പിന്നെ അവരും ഒരുമിച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഇനിയിപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ ആദ്യം പോയിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കേക്ക് കട്ടിംഗ് ഒക്കെ ഇന്നാവാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പോയത് അച്ചുവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു വീഡിയോ അടുത്തതായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു